ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ഹെവി മേക്കപ്പാണ്. ഇത് നമ്മളൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പായിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് ക്ലോസ് റിലേറ്റീവിൻ്റെ ഫംഗ്ഷൻ, കുറച്ച് നന്നായി ഒരുങ്ങി പോകണം, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്, അല്ലെങ്കിൽ സ്വയം നമുക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ അതിനും പറ്റിയൊരു മേക്കപ്പ് ലുക്കാണിത്. സോ ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു ലിപ് ബാം ഉപയോഗിക്കാം. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാൽ മതി കേട്ടോ, ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. സോ ഫസ്റ്റ് ഞാൻ ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ അലോവേറ ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇത് രണ്ടും സ്കിൻ കെയറിൽ വരുന്നതാണ്. രണ്ടും വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാലാണ് നമുക്ക് മേക്കപ്പ് കുറച്ച്, അതായത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇരിക്കണമെങ്കിൽ ആ മേക്കപ്പ് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് തോന്നാണ്ടിരിക്കണമെങ്കിൽ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഒരു പ്രൈമറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേക്കപ്പ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നൈക്ക സ്കിൻജീനിയസ് ഫൗണ്ടേഷനാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഒട്ടും നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ടു എന്ന് തോന്നില്ല, പുട്ടിയടിച്ച പോലെയൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഒരു ഷെയ്ഡ് ലൈറ്ററോ ഡാർക്കറോ ആണെങ്കിൽ പോലും വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോട് അത് ചേർന്നിട്ട് നമ്മുടെ സ്കിൻ കളറായിട്ട് മാറും. സോ ഇതെനിക്ക് ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. എങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഓൺ സ്കിൻ ടോണിൻ്റെ കളറായിട്ട് ഇത് മാറും. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയൊരു ഫൗണ്ടേഷനാണ്. ഒട്ടും വളരെ ഹെവി ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. പിന്നെ 5-6 ഷെയ്ഡിലേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പറ്റിയൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫങ്ഷൻസിനാണെങ്കിലും ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നന്നായി ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. ഞാനിതൊരു ലോറിയൽ മാജിക് എൻ്റെ സെയിം സ്കിൻ ടോണിലുള്ള കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ആദ്യം മുഖത്ത് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിനും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും അതേപോലെ കണ്ണിൻ്റെ മീതെയും ഒന്ന് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ കണ്ണ് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തോന്നും. ലൈറ്റർ ആയിട്ടുള്ള കോമ്പാക്ട് പൗഡറല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തോന്നും. അത് മാത്രമല്ല, ഐഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ കൂടി പോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ഞാൻ ഐബ്രോസിന് വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഗ്യാപ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നിൽ തന്നെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. ആ ബ്രഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് കിട്ടും. എനിക്കിവിടെ വളരെ തിക്കായിട്ടുള്ള ഐബ്രോസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് വളരെ ബുഷിയായിട്ട് തോന്നുന്നത്. സോ നിങ്ങൾക്ക് നല്ല ത്രെഡ് ചെയ്ത് അങ്ങനെ വെക്കണം വെച്ചാൽ അങ്ങനെ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് ചെയ്യാം. എനിക്ക് പൊതുവെ കുറച്ച് തിക്കായിട്ടുള്ള ഐബ്രോസാണ് ഇഷ്ടം. പിന്നെ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി, അതാണ് വേറൊരു സത്യം. നമുക്ക് ഐഷാഡോയ്ക്ക് വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഐഷാഡോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരു 395 റുപ്പീസിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കുറേ ഷെയ്ഡ്സ് ഉള്ള ഐബ്രോ പാലറ്റാണ്. ഞാനിവിടെ ആ ഒരു മൂവി ഷെയ്ഡില്ലേ, ആ ഒരു മൂവി റെഡ് ഷെയ്ഡാണത്. അതെടുത്തിട്ട് ക്രീസ് ഉണ്ട്, അതായത് കണ്ണിൻ്റെ ആ മടക്കില്ലേ, ആ മടക്കിൻ്റെ അവിടെ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം പ്രോപ്പർ റെഡ് കളർ ഷെയ്ഡ് ഉണ്ട്, ആ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഐഷാഡോ ബ്രഷിലെടുത്തതിന് ശേഷം ഒന്ന് തട്ടിയാൽ എക്സ്ട്രാ ഐഷാഡോ അത് വീണ് പോകും. എക്സ്ട്രാ ഐഷാഡോ നമുക്ക് ആവശ്യമില്ല, കാരണം അത് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കാവും വീഴുക. അതുകൊണ്ട് ബ്രഷ് ഒന്ന് തട്ടിയതിന് ശേഷം അത് ഐലിഡ്സിൻ്റെ മീതെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ട്രാൻസിഷൻ ലുക്ക് ഉണ്ടാവും. അതായത് ഐലിഡ്സിൽ റെഡ് കളറും കുറച്ച് മേപ്പട്ടേക്ക് പോകുമ്പോൾ ലൈറ്റർ മൂവി ഷെയ്ഡും. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഇത് വളരെ ബ്രൈറ്റായിട്ടാണ് നിൽക്കുന്നത്. നമുക്കതൊന്ന് ടോൺ ഡൗൺ ചെയ്യാനായിട്ട് ആ ഗോൾഡൻ യെല്ലോയിഷ് ഷെയ്ഡ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഐലിഡ്സിൻ്റെ മീതെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഈ റെഡ് മൂവി എല്ലാം കൂടിയിട്ട്. അതൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് വളരെ സട്ടിലാവുകയും ചെയ്യും. ഈ ഒരു ഐഷാഡോ ലുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കളേഴ്സ് ആയിരിക്കും ചേരും. അതുകൊണ്ടാണ് ഞാൻ ഈവൻ ദോ ബ്ലൂ സാരി ആണെങ്കിൽ പോലും ഇങ്ങനൊരു ഐഷാഡോ ലുക്കിന് പോയത്. ഇത് ഒരുവിധം റെഡ് സാരി ആണെങ്കിലും പിങ്ക് സാരി ആണെങ്കിലും ഗോൾഡൻ സാരി ആണെങ്കിലും ഒക്കെ ഇത് ചേർന്ന് പൊക്കോളും. അതിനുശേഷം ആ ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് നല്ലവണ്ണം നല്ല വിടർന്ന് നല്ല പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഞാനിവിടെ ബ്രൗൺ കാജലാണ് ഉപയോഗിക്കുന്നത്. എസൻസിൻ്റെ ബ്രൗൺ കാജലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കാജൽ
ഡെഫിനറ്റ്ലി അത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതൊരു വേറൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. എനിക്കിവിടെ ഓൾറെഡി നല്ലോണം ഐ ഷാഡോസ് ഉള്ള കാരണവും നല്ല ബ്രൈറ്റ് ലിപ്സ്റ്റിക് ആയതൊക്കെ എല്ലാം കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് ഡാർക്ക് ബ്ലാക്ക് കാജൽ വേണ്ട, ഒരു ഡിഫറെൻറ്റ് ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ബ്രൗൺ കാജൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഐലിഡ്സിൻ്റെ മീതെ ഒരു തിക്ക് ഐലൈനർ പോലെ ഇങ്ങനെ വരയ്ക്കുകയാണ്. നീറ്റ് ആവണമെന്നില്ല, കാരണം നമ്മൾ ഇത് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര നീറ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു എന്താണ് ലൈനർ വരച്ചെടുക്കുക ഈ കാജൽ വെച്ചിട്ട്. അതിനുശേഷം ടൈറ്റ് ലൈൻ ചെയ്യുക, അതായത് കണ്ണിൻ്റെ ഈ പീലിയുടെ താഴെയുള്ള ഭാഗിലെ ടൈറ്റ് ലൈൻ ചെയ്യുക. അതിനുശേഷം ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുക. ഇതെടുത്തിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഐലിഡ്സിൻ്റെ മീതെ വേണമെന്നില്ല, ജസ്റ്റ് നമ്മൾ കാജൽ മുകളിൽ എഴുതിയിട്ടില്ലേ ആ ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നീറ്റായിട്ട് വരയ്ക്കാവുന്നത്, കാരണം ഓൾറെഡി നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ പോകുന്നതാണല്ലോ. നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തതിന് ശേഷം ഞാൻ എഗെയിൻ ഒരു മൂവി ഷെയ്ഡ് നമ്മൾ ട്രാൻസിഷന് വേണ്ടി ഉപയോഗിച്ചില്ലേ ആ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ നമ്മൾ കാജൽ എഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ കാജലിന് നല്ലൊരു സ്മഡ്ജ്ഡ് ലുക്ക് ഉണ്ടാവും, കൂടാണ്ട് ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എഗെയിൻ ഞാൻ സെയിം കാജൽ എടുത്തിട്ട് ചെറുതായിട്ടൊരു വിങ് ലൈനറും വരയ്ക്കുന്നുണ്ട്. പിന്നെ വളരെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ മീതെ വളരെ ലൈറ്റായിട്ട് നീറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്തപ്പോൾ ആ ഭാഗത്തെ കാജലൊക്കെ പോയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് വരച്ച് ടൈറ്റ് ലൈൻ ചെയ്ത എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മുടെ ഐ ലുക്ക് കഴിഞ്ഞു. നമുക്കൊരു മസ്കാര ഇടാം. മസ്കാരയ്ക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എസെൻസിൻ്റെ മസ്കാരയാണ്. നല്ല മസ്കാരയാണിത്. അത് നല്ലോണം ലൈക്ക് ലാഷസ് ഉള്ള പോലെ തോന്നിക്കും. നല്ലൊരു 2-3 കോട്ട് മസ്കാര ഇടാം. ഫോൾസ് ലാഷസ് ഇടാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫോൾസ് ലാഷസ് ഇടാം, അപ്പോൾ ഒന്നും കൂടി ലുക്കായിരിക്കും. പക്ഷെ കൂടുതലും നമ്മൾ ഫോൾസ് ലാഷസ് ഉപയോഗിക്കാത്തവരാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ മസ്കാര തന്നെ ഉപയോഗിച്ചത്. എഗെയിൻ ആ ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് നന്നായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസ് നന്നായി പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കും. ബ്ലഷിന് വേണ്ടി എഗെയിൻ ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്, ചീക്കി ഗ്ലോ ബ്ലഷ് പറയും. ഇതിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും സെയിം ബ്രാൻഡിൻ്റെ സിനമൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഈ സെയിം ഇല്ലാച്ചാലും വേറെ ഇതേപോലത്തെ ഈ മെബിലിൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു കോറൽ ഷെയ്ഡിലെ ബ്ലഷ് എടുത്തിട്ട് ചീക്സിൽ അപ്ലൈ ചെയ്ത് ബാക്കി വേണം മൂക്കിലും ചെല്ലിലും ഞാൻ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് നമുക്കിനി കോൺടോർ ഹൈലൈറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സിവാനയുടെ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ അഫോർഡബിൾ ആണ്, പക്ഷേ നല്ല പാലറ്റാണിത്. ഇത് ഞാൻ ഫസ്റ്റ് അതിൽ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് ചീക്ക് ബോൺസിൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവണമെന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ആ പൗഡർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഈ ഹൈലൈറ്റർ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കോൺടോർ ചെയ്യാം. സെയിം ബ്രഷ് വെച്ചിട്ട് ആ കോൺടോറിങ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ചീക്സിൻ്റെ അവിടെ ഒന്ന് കോൺടോർ ചെയ്യാണ്. ഇത് ഞാൻ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒട്ടിയൊക്കെ അവളുള്ള ഒരു കോൺടോർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചിന്നിൻ്റെ താഴെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അത് ഹൈഡ് ചെയ്യും. ഇനി നമുക്ക് നോസ് ചെറുതായി തോന്നിക്കാൻ വേണ്ടിയിട്ട് നോസ് കോൺടോർ ചെയ്യാം. നോസ് കോൺടോർ ചെയ്യുമ്പോൾ എഗെയിൻ ശ്രദ്ധിക്കുക, നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് ഹാർഷ് ലൈനായിട്ട് തന്നെ കിടക്കും. അത് വളരെ അഭംഗിയാണ്. സോ നന്നായിട്ട് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഈ ഷുഗറിൻ്റെ ടാൻ ഫാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കും, ഞാൻ കാർട്ടിലിടാം. അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഒന്നും ബ്ലീഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. സോ ഇതിൽ വേണമെങ്കിൽ ഇതിൽ നിർത്താം. എനിക്ക് അത് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ്റെ റാസ്പെറി ലവ് എന്നുള്ള ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതെല്ലാം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ എല്ലാം കവർ ചെയ്തു എന്ന് മാത്രം. നമുക്ക് താല്പര്യമുള്ളത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് കോൺടോറിങ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അത് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന പ്രോഡക്റ്റ്സ് തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഫൗണ്ടേഷൻ വേറെയുള്ള വെച്ചാൽ അത് ഉപയോഗിക്കാം, കോമ്പാക്ട് പൗഡർ അത് ഐഷാഡോ വേറെയാണ് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് വെച്ചാൽ അത് ഉപയോഗിച്ച്
ഏതാണോ നമുക്ക് താല്പര്യമുള്ളത് വെച്ചാൽ അത് മാത്രം ചെയ്തിട്ട് നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.